പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം 2026 ജനുവരി മാസം 20-ാം തീയതി നമ്മുടെ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട പ്രാർത്ഥനകളുടെ 2-ാമത്തെ ദിനത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് സൂക്ഷിച്ച്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ സ്വർഗത്തിലെ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. 150-ാം സങ്കീർത്തനം പറയുന്നു, ആമേൻ, യഹോവയെ സ്തുതിപ്പീൻ. അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ. ബലമുള്ള ആകാശവിധാനത്താൽ അവനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ വീരപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ. ആമേൻ. കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് കർത്താവിനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് കർത്താവിനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ജീവനുള്ളവരൊക്കെയും കൈകൾ ഉയർത്തി അവൻ 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞാണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ പിതാവാകിയാൽ സ്തോത്രം. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഞങ്ങൾക്ക് മറുപടി നൽകുമെന്നുള്ളത് ഞങ്ങൾക്കുള്ള ഉറപ്പാകിയാൽ സ്തോത്രം. അപ്പേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാൻ ഇടവരരുത്. എല്ലാവരും യേശുവിൻ്റെ കാഹളത്തെങ്കിൽ എടുക്കപ്പെടുന്നവരായിത്തീരണം. ആ ഒരുക്കത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും, അവരാരുമായിക്കോട്ടെ, അവരെ എല്ലാവരെയും കർത്താവ് ഒരുക്കുന്നതിന് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് പുറം സൈഡിൽ അലർജി വന്ന് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ അലർജിയുടെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അതുപോലെ ആമേൻ, ആ വയറിൻ്റെ അടിഭാഗത്തായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ആമേൻ. റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഡോക്ടേഴ്സിനെ കാണാൻ ആമേൻ കാത്തു നിൽക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ റിപ്പോർട്ടുകൾ അത്ഭുതത്തിൻ്റെ റിപ്പോർട്ടുകളായി മാറട്ടെ. ആമേൻ. രോഗമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തന്നെ മക്കളുടെ മേൽ കയ്യിൽ വരുന്നതിനായി സ്തോത്രം. അതുപോലെ ഈ പ്രഭാതത്തിൽ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അതുപോലെ പിതാവെ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th ഗ്രേഡുകാരെയും 12th ഗ്രേഡുകാരെയും ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ തരുന്നു. അവർ എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ ഇറങ്ങട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് അങ്ങയുടെ കൃപ അവരുടെ മേൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായി തീരട്ടെ. ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. ലോകവ്യാപകമായ ഉണർവിനായിട്ട് ആമേൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉയർത്തുന്നു. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട പ്രാർത്ഥനയിലെ 2-ാമത്തെ ദിവസത്തിലേക്ക് വന്നു. ഇന്നലെ നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് ആ കരമുയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് 2-ാം ദിവസമാണ്. നമ്മളെല്ലാവരും അതിനകത്ത് പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അത് അനുഗ്രഹമാകും. ഇന്ന് 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു.
അവൻ എൻ്റെ ഉപനിധി, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഉറച്ചുമിരിക്കുന്നു. ആമേൻ. ഇത് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനൊരു സംഘടനയല്ല വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ മറ്റ് ഒന്നുമല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അത് ഞാൻ നല്ലവണ്ണം അറിയുന്നു. അതുകൊണ്ട് ഞാൻ കലങ്ങിപ്പോകുന്നില്ല, ഞാൻ കുലുങ്ങിപ്പോകുന്നില്ല. അവൻ എൻ്റെ ഉപനിധി, അവസാനം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ്. ഇന്ന് ദൈവമക്കളെ, നമുക്ക് ഒരു ബോധ്യം വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു? നമ്മളൊരു പ്രസ്ഥാനത്തെയാണോ വിശ്വസിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ഈ ലോകത്തിൽ കാണുന്ന എന്തിനെയെങ്കിലും ആണോ വിശ്വസിച്ചിരിക്കുന്നത്? ആമേൻ. അങ്ങനല്ല അപ്പോസ്തലൻ പറയും, ഞാൻ ആരെ എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ച്. ഇന്ന് നമുക്കും ഒന്ന് പറയാൻ പറ്റുമോ? അതിനോ എനിക്കും അറിയാം ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ആരെയാണ് ആരാധിക്കുന്നത്, ഞാൻ ആരെയാണ് സ്തുതിക്കുന്നത്, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്കും അറിയാം എന്ന് നമുക്കും പറയാൻ കഴിയണം. ആമേൻ. എനിക്കറിയാം അവൻ വെള്ളത്തിന്മേൽ നടന്നു വന്നവനാണ്. അവൻ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനാണ്. ആമേൻ. അവൻ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവനാണ്. അവൻ 12 വർഷം രക്തസ്രവത്താൽ ഭാരപ്പെട്ടവളെ സൗഖ്യമാക്കിയവനാണ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. ദാനിയേലിൻ്റെ കൂട്ടുകാരെ നോക്കുകയും അവർക്കെതിരെ രേഖ എഴുതി അവരെ തീയിലിടുമെന്ന് പറഞ്ഞു, സിംഹക്കുഴിയിലിടുമെന്ന് പറഞ്ഞു. അതൊന്നും അവരെ ബാധിച്ചില്ല. അവർക്കറിയാം അവരാരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, അവരാരെയാണ് ആരാധിക്കുന്നത് എന്നവർക്ക് നല്ല ബോധ്യമായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നല്ല ബോധ്യമാണ്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരായിരിക്കും, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, അവൻ പലയിടത്ത് പോകുന്നവരായിരിക്കും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒരു ബോധ്യമുണ്ടോ? അവൻ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാ, അവൻ ഉയർത്തുവാൻ കഴിവുള്ളവനാ, അവൻ മാനിക്കുവാൻ കഴിവുള്ളവനാ. അവൻ ആപത്തിൽ നമ്മുടെ നല്ല സങ്കേതവും കോട്ടയുമാ. ഒരിക്കലും കൈവിടത്തില്ലെന്ന് വാക്ക് പറഞ്ഞവന്. അവനിൽ വിശ്വസിച്ച ഇതുവരെ ആരൊക്കെ വിശ്വസിച്ചു അവരെ ആരെയും കൈവിടാതെ കൈ ചേർത്ത് പിടിച്ചവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞെ, നീയും വിശ്വസിക്കുന്നത് ഈ കർത്താവിലാണെങ്കിൽ നീ ലജ്ജിച്ചു പോകാൻ ഈ കർത്താവ് അനുവദിക്കത്തില്ല. ഈ കർത്താവ് നിന്നെ കൈവിടത്തില്ല. ബൈബിൾ പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. ഞാൻ ഒരിക്കലും നിന്നെ കൈവിട്ട് കളയത്തില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അവൻ കൂട്ടുകാർ കൈവിടും, അവൻ നമ്മൾ വിശ്വസിച്ച പലരും നമ്മളെ തള്ളിപ്പറയും, നമ്മൾ വിശ്വസിച്ച പലരും നമ്മളെ പുറകിൽ നിന്ന് കുത്തിയെന്നിരിക്കും, നമ്മൾ വിശ്വസിച്ച പലരും നമുക്കെതിരായി സംസാരിച്ചെന്നിരിക്കും. പക്ഷേ ഈ കർത്താവ് നിനക്കെതിരായി നിൽക്കത്തില്ല. അവൻ പുറകിൽ നിന്ന് കുത്തുന്നവനല്ല, അവൻ നിന്റെ കൈ പിടിച്ച് ജീവിതത്തിൻ്റെ അന്ത്യം വരെ പുലർത്തുന്ന നല്ല കർത്താവിനെ സേവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരിൽ വിശ്വസിച്ചിരിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുക, ജയാളികളാകുക. കേട്ടോ, ആരിൽ വിശ്വസിച്ചിരിക്കുന്നു അവനിൽ ഉറച്ചു നിൽക്കുക, ജയാളികളാകുക. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പ്രൈസ് ഗോഡ്. ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി, ഞാൻ അവനെ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാകുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനം ബലം പകർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.